സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. വിവരങ്ങളുമായി സുലേഖ തിരുവനന്തപുരത്ത് ചേരുകയാണ്. സുലേഖ, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. വിവിധ ജില്ലകളിലെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഏത് തരത്തിലാണ്? കനത്ത മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇന്നും നാളെയും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നെന്തായാലും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടങ്ങളിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഇത്തരത്തിൽ അതിതീവ്രമായ മഴ ഉണ്ടാകുമെന്നുള്ള പ്രവചനം നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും സംസ്ഥാനത്ത് മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഇതിന്റെ ഒരു കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് തെക്കൻ തമിഴ്നാട് തീരത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലെവൽ കൂടിയ ചക്രവാത ചുഴിയാണ്. ഇതിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ അതിശക്തമായ മഴ തുടരുന്നത് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. ഈ മഴ സാധ്യത നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന, മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. എന്തായാലും വരുന്ന 5 ദിവസത്തേക്ക് ശരി സുലേഖ, ഏതായാലും സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ മുന്നറിയിപ്പുള്ളത്.